ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെ 6ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അപ്രോപ്രിയേഷന്റെ ജേണൽ എൻട്രീസ് എങ്ങനെ വരുമെന്നും ആ എൻട്രീസ് ഉപയോഗിച്ചുകൊണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യുമെന്നും അങ്ങനെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കണ്ടുപിടിച്ച് അവിടെയുള്ള ലാഭ നഷ്ടത്തിനെ ഡിവൈഡ് ചെയ്ത് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇത്തരം സിറ്റുവേഷൻസ് ഒരു സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യും, അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ എഴുതും, അത് എങ്ങനെ പോസ്റ്റിംഗ് ചെയ്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതും എന്ന് ഇന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ഞാൻ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം, നിങ്ങളത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ഞാനിത് വായിക്കും, നിങ്ങളത് നോക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഇവിടെ അത് സൊല്യൂഷൻ കണ്ടെത്തുന്നതിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ? നോക്ക്, നിങ്ങൾ എഴുതിയെടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓൺ 1st January 2019, 2019 ജനുവരി 1-ാം തീയതി ആനന്ദ്, ബാലൻ ആൻഡ് ചന്ദ്രൻ, ഇങ്ങനെ 3 പാർട്ട്നേഴ്സ്, ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ഇവിടെ ABC എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നതിന് പകരം ആനന്ദ്, ബാലൻ, ചന്ദ്രൻ, അതിന്റെ 3 ആൾക്കാരുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തു കഴിഞ്ഞാൽ ABC തന്നെയാണത് കേട്ടോ, നോക്കിയാൽ മതി. അങ്ങനെ ചില കോയിൻസിഡൻസ് ഒക്കെ ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ ചിലപ്പം കാണാം. entered into a partnership, ഇവർ 3 പേരും കച്ചവടത്തിലേക്ക് ഏർപ്പെട്ടു. കോൺട്രിബ്യൂട്ടിങ് 60,000, 40,000 ആൻഡ് 20,000 റെസ്പെക്റ്റീവ്ലി, 3 ആളും കൊണ്ടുവന്ന ക്യാപിറ്റലും പറഞ്ഞു. ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 5:3:2, 5:3:2 എന്ന റേഷ്യോയിലാണ്. അതായത് 5/10, 3/10, 2/10. ബാലൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 5,000 ആൻഡ് ചന്ദ്രൻ എ കമ്മീഷൻ ഓഫ് 4,000 പെർ ഇയർ. ഇവിടെ ബാലന് സാലറി ഉണ്ട്, കാരണം അദ്ദേഹം ഫുൾ ടൈം പാർട്ട്ണറാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് സാലറി ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ ചന്ദ്രൻ എന്ന് പറയുന്ന അവസാനത്തെ വ്യക്തിക്ക് കമ്മീഷനും ഉണ്ട്, അത് 4,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് 5% പറയാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഡ്യൂറിംഗ് ദി ഇയർ ആനന്ദ് വിഡ്രോ 10,000, ബാലൻ 6,000, ചന്ദ്രൻ 5,000. ഈ വർഷങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോവൽസ് നടത്തുന്നുണ്ട്. ഓരോരുത്തരും വിഡ്രോവൽ എത്രയാണ് നടത്തുന്നതിലാണ് തന്നത്, 10, 6, 5. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ചാർജഡ് 250 on Anand drawings, 150 on Balan drawings and 200 in Chandran drawings. Interest on drawings-ഉം ഇവിടെ തന്നിട്ടുണ്ട്. Profit in 2019 before the above mentioned adjustment was 50,000. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നതിന് മുന്നേ ഈ സ്ഥാപനത്തിന്റെ ലാഭം എത്രയാണ്, അതായത് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. 50,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതും അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. നമുക്ക് ഓരോ ജേണൽ എൻട്രിയും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതിവിടെ എഴുതാം. നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്, അതായത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ആദ്യമായിട്ട് കിട്ടിയ ലാഭത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി അഥവാ നഷ്ടമാണെങ്കിൽ നഷ്ടത്തിനെയും അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 50,000 ആണ് ഈ സ്ഥാപനത്തിന്റെ ലാഭം എന്നുള്ളത്. അപ്പോൾ അതിനെ നേരെ നമ്മൾ എങ്ങോട്ട് മാറ്റാണ്, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാണ്. സോ അതിന്റെ ജേണൽ എൻട്രി എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഡേറ്റ് ഏതാ, 1/1/2000, അത് എത്രയും ആയിക്കോട്ടെ, എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നറേഷൻ വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ എഴുതുക, അത് ഞാനിവിടെ പറയുന്നില്ല. എന്താണ്, പ്രോഫിറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് അതിന്റെ നറേഷൻ വരിക. എത്രയാ, 50,000. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. ഇനി ഇതുപോലെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട്, സാലറിനെ കുറിച്ച് പറയുന്നുണ്ട്, കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ക്യാപിറ്റലിന്റെ മുന്നേ ആണ് സാലറിയും കമ്മീഷനും പറഞ്ഞത്, ഏതായാലും ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ഓർഡർ അനുസരിച്ചാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ സാലറി ആണ് പറയുന്നതെന്ന് വിചാരിക്കുക, അപ്പോൾ സാലറി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ആരാണ്, ബാലൻ. അപ്പം ബാലന്റെ സാലറിനെ കുറിച്ച് എഴുതാം. എഴുതിക്കോ, ബാലൻ സാലറി അക്കൗണ്ട് DR ടു ബാലൻ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ സംഭവം, പ്രൊവൈഡ് ബാലൻ സാലറി അല്ലെങ്കിൽ ബാലൻസ് സാലറി ഡ്യൂ, അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ,
അപ്പൊ എത്രയാണ് 5,000 എഴുതും. ഇനിയോ ഈ ബാലന്റെ സാലറി നമ്മൾ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്തായിട്ട് കാണിച്ചു, ഡ്യൂ ചെയ്തായിട്ട് കാണിച്ചു. ഇനി എന്ത് ചെയ്യണോ, ഇത് നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അതായത് ബാലൻസ് സാലറിനെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. അതിന്റെ ജേണൽ എൻട്രി നോക്കുകയാണ്. അപ്പൊ ഇവിടെ ബാലന്റെ സാലറി എന്ന് പറയുന്നത് ഡെബിറ്റിലാണ് ഉള്ളത്. അപ്പൊ നേരെ ക്രെഡിറ്റിലേക്ക് പോകും. ടു ബാലൻ സാലറി. ഡെബിറ്റ് എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 5000 തന്നെ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. അതായത് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു, അപ്രോപ്രിയേഷനൊക്കെ മാറ്റുന്നതായിട്ട് കാണിക്കുന്നു. ഏത്? ബാലന്റെ സാലറി. ഇനി എന്ത് ചെയ്യണോ, മറ്റൊരാൾക്ക് കമ്മീഷൻ ഉണ്ട്. ആർക്കാണ്? ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക്. അപ്പൊ എന്ത് ചെയ്യുക, അത് എഴുതുക, ചന്ദ്രൻ കമ്മീഷൻ. ഓക്കെ, മനസ്സിലാവില്ലേ? അക്കൗണ്ട് ഡെറ്റർ ടു ചന്ദ്രൻ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ട്? 4000 ഇത്ര എഴുതാം. ഓക്കെ, അത് നേരെ ക്ലോസ് ചെയ്യാം. ഇതും കമ്മീഷൻ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്രോപ്രിയേഷനിലേക്ക് മാറ്റണം. ഇവിടെ കമ്മീഷൻ ഡെബിറ്റിലാണുള്ളത്. അപ്പൊ നേരെ എന്ത് ചെയ്യുന്നത്, അതിനെ ക്രെഡിറ്റിലേക്ക് പറഞ്ഞയക്കണം. ടു ചന്ദ്രൻ കമ്മീഷൻ അക്കൗണ്ട്. ഡെബിറ്റ് എന്താ വരിക? പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. എത്ര എമൗണ്ട്? 4000. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുക, അപ്രോപ്രിയേഷനിലേക്ക് മാറ്റുക, പ്രൊവൈഡ് ചെയ്യുന്നു, അപ്രോപ്രിയേഷനിലേക്ക് മാറ്റുക. ഓക്കെ, അതായത് സാലറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടായതുകൊണ്ടാണ് ഇവിടെ ഡെബിറ്റ് ചെയ്തത്, അല്ലേ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ആ ബാലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു, നേരെ അപ്രോപ്രിയേഷനിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് കമ്മീഷൻ ഇതുപോലെ തന്നെ. ഇങ്ങനെയൊക്കെ എഴുതുക. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ഇവിടെ എഴുതി. ഇനി ഓരോന്ന് ഇനി എല്ലാവർക്കും ഉള്ള ഒരു പൊതു ഐറ്റം ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതെങ്ങനെ എഴുതുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. അപ്പൊ 3 പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് എഴുതണം. നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഐറ്റം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഓരോ പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടല്ലോ. നേരത്തെ സാലറി കമ്മീഷൻ പോലെ ഏതെങ്കിലും വ്യക്തികൾക്കല്ല. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാ പാർട്ട്നേഴ്സും ഉണ്ട്. അപ്പോൾ ടു ആനന്ദ് ക്യാപിറ്റൽ, ടു ബാലൻസ് ക്യാപിറ്റൽ, ടു ചന്ദ്രൻസ് ക്യാപിറ്റൽ. അപ്പോൾ ഓരോരുത്തരുടേതും ഇയാളുടേത് 60,000 ആണ്, അതിന്റെ 5%. മറ്റാളുടേത് 40,000 ആണ്, അതിന്റെ 5%. മൂന്നാമത്തെ ആളുടേത് 20,000 ആണ്, അതിന്റെ 5%. അപ്പോൾ 20,000 5%, 2 5 10 1000, 5 4 20 2000, 6 5 30 3000, 3 5 1 6, ടോട്ടൽ 6000. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കാം. ഇതെന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡഡ് ടു പാർട്ട്നേഴ്സ്, അത് അവിടെ എഴുതുക. ഇനി ഈ സാധനത്തിന് നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റി എഴുതണോ? അപ്രോപ്രിയേഷനിലേക്ക് മാറ്റി എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള ഇവിടെ ഡെബിറ്റ് അല്ലേ? അപ്പോൾ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ്രോപ്രിയേഷൻ മാറ്റുന്നത്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്ര? 6,000. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. അതാണ് നമുക്ക് എഴുതേണ്ടത്. ഇത്രയും എഴുതിയ ഐറ്റംസ് കംപ്ലീറ്റ് ക്യാപിറ്റലിനെ ബൂസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റംസ് ആണ്. ഇനി നേരെ തിരിച്ചാണ് അടുത്ത ഐറ്റം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ. ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 3 പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. ആനന്ദ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബാലൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ചന്ദ്രൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇവിടെ തന്നിട്ടുണ്ട് നേരിട്ട് ചോദ്യത്തിനകത്ത് 250 150 200, 250 150 200, 2 3 5 6 600. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ചെയ്യുക. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റാണ്, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റാണ് ഞാൻ പറഞ്ഞു, അല്ലേ? ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ, ക്യാപിറ്റൽ കുറയുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഓരോ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റലിനെ ഞാൻ ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി ഈ സംഗതിയെ നമുക്ക് എങ്ങോട്ട് മാറ്റി എഴുതണോ? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം.
അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിലാണുള്ളത്. സോ ഈ ക്രെഡിറ്റിലെ സൈഡിലുള്ള സാധനത്തിനെ മാറ്റി എഴുതുമ്പോൾ അത് ഡെബിറ്റിലോട്ട് പോകും അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ഒക്കെ മാറ്റിയാണ് ഓൾറെഡി നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ. എത്രയാ? 600. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ട്രാൻസ്ഫേർഡ് ടു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഏകദേശം എല്ലാം ആയല്ലോ. ഇനി എന്താ ഉള്ളത്? ഇനി ഐറ്റംസ് ഒന്നുമില്ല, ഏകദേശം എല്ലാം കഴിഞ്ഞ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, സാലറി എഴുതി, കമ്മീഷൻ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതി, പിന്നെ ഫസ്റ്റ് ക്യാപിറ്റലിനെ അപ്രോപ്രിയേഷനിലേക്ക് മാറ്റുന്നതായിട്ട് എഴുതി അല്ലേ. അപ്പോൾ ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ ഇതിൽ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അവിടെ ലാഭമാണോ നഷ്ടമാണോ നോക്കിയിട്ട് വേണം ലാസ്റ്റ് ഒരു ജേണൽ എൻട്രിയും കൂടെ നമുക്ക് എഴുതാനുണ്ട്. അത് നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നോക്കാം. ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഏതിൽ നോക്കിയിട്ട്? ഇതുവരെ നമ്മൾ വരച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ജേണൽ എൻട്രിയിൽ നോക്കിയിട്ട് ഇതിൽ നിന്ന് അതിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ശരി, നമുക്ക് അതൊന്ന് വരയ്ക്കുന്നത് നോക്കാം. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജേണൽ എൻട്രി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ എൻട്രിയിൽ നോക്കിയിട്ട് അപ്രോപ്രിയേഷനിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് അക്കൗണ്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും മാറ്റി ചെയ്താം. നോക്ക്, പ്രോഫിറ്റ് ഫസ്റ്റ് ജേണൽ എൻട്രി, എല്ലാവരും നോട്ടിലേക്ക് നോക്ക്. നമ്മൾ എഴുതി വെച്ച ജേണൽ എൻട്രി നോട്ടിൽ നോക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതായത് ഈ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ പ്രോഫിറ്റിനെ അപ്രോപ്രിയേഷനിലേക്ക് മാറ്റുന്ന എൻട്രിയിൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ട് ടു ക്രെഡിറ്റിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്രെഡിറ്റ് സൈഡിലോട്ട് പോവുക. എന്നിട്ട് എന്ത് എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ആ ഡെബിറ്റ് ഉള്ള ഐറ്റം പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? 50,000. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രീനെ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് സാലറിനെ കുറിച്ച്. സാലറി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോപ്രിയേഷനിലേക്ക് യാതൊന്നും തന്നെ ഇല്ല. അതായത് രണ്ടാമത്തെ എൻട്രി നോക്ക്, എല്ലാവരും നോക്ക്, നോട്ടിൽ നോക്ക്. ബാലൻസ് സാലറി അക്കൗണ്ട് ടു ബാലൻസ് ക്യാപിറ്റൽ, അതിൽ അപ്രോപ്രിയേഷൻ ഇല്ലാലോ. മൂന്നാമത്തെ എൻട്രിയിലാണ് ഈ സാലറിയെ നമുക്ക് അപ്രോപ്രിയേഷനിലേക്ക് മാറ്റാൻ പറ്റുന്നത്. അവിടെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാലൻസ് സാലറി എന്നുണ്ട്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ എന്നാണുള്ളത് അല്ലേ, ഡെബിറ്റിലാണുള്ളത്. എന്ത് കാരണം കൊണ്ട്? ബാലൻസ് സാലറി. എത്ര എമൗണ്ട്? 5,000. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചന്ദ്രൻ കമ്മീഷനാണ്. ഇതുപോലെ തന്നെ ചന്ദ്രൻ കമ്മീഷൻ അക്കൗണ്ട് ടു ചന്ദ്രൻ ക്യാപിറ്റലാണ്. അവിടെ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ് സംഭവിക്കുന്നത്. ഇനി ആ കമ്മീഷനെ നമ്മൾ അപ്രോപ്രിയേഷനിലേക്ക് മാറ്റുന്നു. ഇതുപോലെ തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ചന്ദ്രൻ കമ്മീഷൻ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ അല്ലേ, ഡെബിറ്റിൽ. അതുകൊണ്ട് ചന്ദ്രന്റെ കമ്മീഷനെ എഴുതുക. ചന്ദ്രൻ കമ്മീഷൻ എമൗണ്ട് എത്ര വരിക? 4,000. ക്ലിയർ? എല്ലാവരും അത് മനസ്സിലായിട്ടില്ല എല്ലാവർക്കും? ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രിയാണ് ആദ്യം വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു മൂന്നാളെ ക്യാപിറ്റൽ. അതിനുശേഷം ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ അപ്രോപ്രിയേഷനിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുമ്പോൾ ഡെബിറ്റിൽ എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എത്ര എമൗണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6,000. ഓക്കെ, ഇത് ഒന്നുമില്ല, ഒന്ന് എഴുതി കഴിഞ്ഞാൽ അതനുസരിച്ച് ബാക്കിയെല്ലാം അതുപോലെ അങ്ങ് എഴുതുക. ഐറ്റം മാറുന്നതേ ഉള്ളൂ, ഒരേ സംഗതി തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത് എഴുതുക എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ എൻട്രി നമുക്ക് മാറ്റുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു അപ്രോപ്രിയേഷൻ എന്നാണ് വരുന്നത്. ടു അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പറാണ് വരിക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എത്രയാണ്? അത് മൂന്നാളതുകൊണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൂന്നാളത് ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. 250, 150, 200. 250, 150, 200, അങ്ങനെ 600. ഇനി വേറെ കാര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതുപോലെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. എത്രയൊക്കെയായിരുന്നു? ചന്ദ്രൻ്റെത് 1000 അല്ലേ? 1000, 2000, 3000. അങ്ങനെ 1, 2, 3, 3, 6, 6000 എന്ന് അവിടെ എഴുതി. ഓക്കെ, ഇത്രയും സാധനം ഇത്രയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എഴുതി എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എന്ത് ചെയ്യണോ? രണ്ട് സൈഡും കൂട്ടിയിട്ട് അതിന്റെ എങ്ങനെയാണ് ആൻസർ വരുന്നത് നോക്കണം. നിങ്ങൾ ഇവിടെ നോക്കുക, 5000ഉം 600ഉം
സോറി 50,600 എന്നാണ് ടോട്ടല് വരിക. 50,600. അതേ സംഖ്യ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം 50,600. ഞാൻ പൊതുവെ അങ്ങനെയല്ല നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത്. ശരിക്കും ടെക്സ്റ്റ് ബുക്കിലൊക്കെ 50,600 തന്നെ ഇവിടെ എഴുതുക. എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, ഞാൻ പൊതുവെ അങ്ങനെ അല്ലാണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് പലപ്പോഴും. ഞാൻ അതുപോലെ തന്നെ കാണിക്കാം. എത്ര? 6 4 15 15,000. ഇനി 50,600 15,000 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്രയാ? ആ സൈഡിലാണല്ലോ കൂടുതൽ എമൗണ്ട് ഉള്ളത്. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 35,600 കിട്ടും. 35,600. 35,600. ഇത് എന്ത് ചെയ്യണോ? ആ പാർട്ട്നേഴ്സിന് 3:2:1 ഡിവൈഡ് കൊടുക്കണം. ആർക്കൊക്കെ? ആനന്ദിന്, ബാലന്, ചന്ദ്രന്. ഓക്കെ, 35,600 എന്നുള്ളതിന 3/10. ഇത് തന്നെ 2/10. ഇതേ സാധനം 1/10. അപ്പൊ എത്ര ഇട്ടു? 17,800 എന്ന് വരും. 17,800. പിന്നെ 10,860. കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കണേ. 7,160. അങ്ങനെയാണ് 35,600 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട്നേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണ് 35,600 കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ 35,600 നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. ക്ലിയർ? ഓക്കെ, ഇനിയിപ്പം പ്രോഫിറ്റ് ആണല്ലോ കിട്ടിയത്. ഞാൻ പറഞ്ഞു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒരു എൻട്രി എഴുതാനുണ്ട് എന്നുള്ളത്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആയത് കാരണം അതിന്റെ ജേർണൽ എൻട്രി നമുക്ക് എഴുതണം. എങ്ങനെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ആനന്ദ് ക്യാപിറ്റൽ, ടു ബാലൻ ക്യാപിറ്റൽ, ടു ചന്ദ്രൻ ക്യാപിറ്റൽ. അതാണ് ലാസ്റ്റ് എൻട്രി. ഓക്കെ, അത് എവിടുന്ന കിട്ടുന്നത്? ഈ അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടി. ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ എൻട്രി ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. എന്ത്? അപ്രോപ്രിയേഷൻ വരച്ചിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ചന്ദ്രൻ ക്യാപിറ്റൽ, ടു ബാലൻ ക്യാപിറ്റൽ, ടു ആനന്ദ് ക്യാപിറ്റൽ. ലോസ് ആണെന്ന് വിചാരിക്കുക. നേരെ തിരിച്ചാ വരിക. ഈ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഒക്കെ ഡെബിറ്റ്. ലോസ് ആകുമ്പോൾ ക്യാപിറ്റൽ ഡെബിറ്റ് അല്ലേ? ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നല്ലേ? ടു അപ്രോപ്രിയേഷൻ വരും. ക്ലിയർ? അതവിടെ എഴുതി വെച്ചോ. നേരത്തെ ഒഴിച്ചിട്ട് ആ സ്ഥലത്ത് അവിടെ എഴുതി വെച്ചോ. ഇത്രയാണ് എന്ത്? അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന അതിന്റെ ഒരു സംഭവം. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വെരി 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 സിമ്പിൾ. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യണോ? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇത് വളരെ സിമ്പിൾ ആണ്. അധികമായിട്ടൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി അറിയാം. നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചാണ് എന്ത്? ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ഓർ ഫ്ലോട്ടിംഗ് മെത്തേഡ്, ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, അതൊന്ന് വരച്ച് നോക്കാം. നമുക്ക് ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉള്ളത്, ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. അപ്പോൾ ശരിക്കും നിങ്ങൾ വരക്കുമ്പോൾ എമൗണ്ട് കോളം 3 ഒരുമിച്ച് എടുത്ത് എഴുതിയിട്ട് വരച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഒരൊറ്റ ചെയ്യലുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. മറിച്ച് ആദ്യത്തെ ഒരു വ്യക്തിയുടെ, അതായത് ആനന്ദ് എന്ന് പറയുന്ന ഒന്നാമത്തെ നമ്മുടെ പാർട്ട്ണറുടെ അക്കൗണ്ട് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് അറിയാം. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ, പിന്നെ ക്യാപിറ്റലിന്റെ ബാലൻസ് ഇവിടെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഷെയർ. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ഒന്നും നോക്കണ്ട, വേഗം എഴുതിക്കോ. ബാലൻസ് ഡേറ്റ് ഒക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ എഴുതിക്കോ കേട്ടോ. ബാലൻസ് എത്രയാണ്? 60,000 അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 3,000 അല്ലേ? ഇനി സാലറി ബാലൻ ഉണ്ടായിരുന്നോ? അല്ല, ആനന്ദിന് സാലറി ഉണ്ടായിരുന്നോ? ഇല്ല, രണ്ടാമത്തെ ആൾക്കല്ലേ, ബാലനല്ലേ സാലറി ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അതില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റിന്റെ പോർഷൻ എത്രയാ? 17,800. ഓക്കെ, അത്രയായിട്ടാ അവിടെ ഉള്ളൂ. ആനന്ദിന് കമ്മീഷൻ ഇല്ല, മറ്റ് സംഗതികളൊന്നും ഇല്ല. ഇനി ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് രണ്ടാമത്തത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 250 ആണ് വരിക. ഡ്രോയിങ്സ് 10,000 ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് 60,000, 17,800, 77,800, 80,800,
800 എന്നാ വരിക. 80,800 ടോട്ടൽ. ഇവിടെ എന്ത് ചെയ്യാം? 10,250. ഓക്കെ, 80,800 എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിൽ വന്നു. ക്യാപിറ്റൽ ബാലൻസ് ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരമാണ് ഇത് വരച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ക്യാപിറ്റലിന്റെ കൂടെ തന്നെ എല്ലാ ഐറ്റവും എഴുതുന്നത്. ഫിക്സഡ് മെത്തേഡ് ആണെങ്കിൽ ഈ ക്യാപിറ്റൽ ബാലൻസ് മാത്രം ഇവിടെ എഴുതി ബാക്കിയെല്ലാം കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ അക്കൗണ്ടിലായിരുന്നു എഴുതുക. ക്ലിയർ? ഓക്കെ, ഇത് എത്രയാ? 80,800 10,250 കുറച്ച് കഴിഞ്ഞാൽ 70,550 ബാലൻസ്. ഇതാണ് ആനന്ദ് എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ബാലൻസ് വരക്കണം. അത് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ആ വർക്ക് നിങ്ങൾ സ്വന്തം ചെയ്യുക. ബാലൻസ് ചെയ്യുക. ബാലൻ അവിടെ സാലറി ഒക്കെ ഉണ്ട്, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഉണ്ട്, ബാലൻസ് ഉണ്ട് അല്ലേ? പിന്നെ അതുപോലെ ചന്ദ്രനെ ചെയ്യുക. അദ്ദേഹത്തിന് എന്ത് തോന്നുന്നു? കമ്മീഷൻ ഉണ്ട്, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ജസ്റ്റ് അവിടെ കമൻ്റ് ആയിട്ട് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും ബൈ.